ഇന്ന് നമ്മൾ വറുത്തരച്ച ഞണ്ട് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് പുഴയിൽ നിന്ന് പിടിച്ച നല്ല ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഞണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഞണ്ട് വാങ്ങിക്കുമ്പം തന്നെ അതിൻ്റെ ഇറുക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, കാലിൻ്റെ ഭാഗം, അത് നൂലുകൊണ്ട് കെട്ടിയിട്ടാണ് തരുക. അപ്പോൾ നമ്മൾ ഈ നൂല് അഴിക്കാതെ തന്നെ അതിൻ്റെ കാല് പൊട്ടിച്ചെടുക്കണം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അച്ഛനാണ് ഇതൊക്കെ പൊട്ടിച്ചെടുത്ത് ചെയ്യുന്നത്. കാരണം എന്നെക്കാളും നന്നായിട്ട് അച്ഛനാണ് ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞണ്ടിൻ്റെ കാലും കൈയൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ആ ഓടുണ്ടല്ലോ, പുറമുള്ള ആ ഓട് ഷെൽ ഭാഗം ഉണ്ടല്ലോ, അത് പൊട്ടിച്ചെടുക്കുകയാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് കത്രി കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ തുറന്നെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിങ്ങനെ തുറന്നെടുക്കാൻ പറ്റും. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചാൽ, എനിക്കെന്തോ കൈ കൊണ്ട് പൊട്ടിച്ചാൽ കിട്ടാറില്ല, പക്ഷെ നല്ല ശക്തി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യുക. ഈ കാണുന്ന പോലെ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. ഞണ്ടിൻ്റെ ഉള്ളിലുള്ള ഭാഗമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് എന്താ വെച്ചാൽ ഇത് കട്ട് ചെയ്യാണ് വേണ്ടത്. ഒരു മീഡിയം സൈസിൽ നടുക്ക് കൂട്ട തന്നെ കട്ട് ചെയ്താൽ മതി, 2 പീസ് വരുന്ന പോലെ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുക. പിന്നെ അതുപോലെ കാലിൻ്റെ ഭാഗം നമുക്ക് കത്രി കൊണ്ടും ഒന്ന് മുറിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിയോ വെച്ചിട്ട് അതൊന്ന് ചതച്ചതിന് ഒരു നടുക്ക് വരുന്ന ഭാഗം ഒന്ന് ചതച്ചതിന് ശേഷം എന്നിട്ട് കത്രി എടുത്തിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ആണെങ്കിൽ അത് പൊട്ടിയിട്ട് വരാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാം പീസസ് ആക്കി മാറ്റി വെക്കുക. നെക്സ്റ്റ് ഈ ഞണ്ടിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഉള്ളി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഇതും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് വെക്കുക. ഇതിലേക്ക് ഇടേണ്ട മസാലപ്പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഈ 4 പൊടികളാണ് വേണ്ടത്. ഈ 4 പൊടികളും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കണം. ജസ്റ്റ് ചൂടാവുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ താളിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മൂപ്പിച്ചെടുത്തിട്ട് നമ്മളെ ഞണ്ടിലേക്ക് ഈ പൊടികളൊക്കെ ഇടുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുക. ഇനി അടുപ്പത്ത് വെച്ച് ഞണ്ടൊന്ന് കുക്കാവുന്ന ടൈമിൽ നമുക്ക് വറുത്തരക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ വേണം. തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ജീരകം, ഇത്രയും സാധനങ്ങൾ ഒന്നിച്ച് തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. അതായത് നല്ല ബ്രൗൺ കളർ വരണം, അത്ര വരെ ചൂടാക്കണം. അപ്പോൾ ഇടയിൽ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികം ആവരുത്, നോക്കിയിട്ട് അത്യാവശ്യം വേണ്ടുന്ന വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല ബ്രൗൺ കളറാവുന്ന, കരിയാതെ നല്ല ബ്രൗൺ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് തണിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഈ വറുത്തരക്കുന്ന ടൈം കൊണ്ട് നമ്മൾ ഞണ്ട് കറി ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ടാവും. എന്നിട്ട് അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏകദേശം കറി നന്നായിട്ട് വെന്ത് ഏകദേശം നല്ലൊരു ഗ്രേവി പോലെ ആയിട്ടുണ്ടാവും. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. പിന്നെ ഉപ്പും എരിവൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനെല്ലാം ആഡ് ചെയ്യുക. അതിനുശേഷം എല്ലാം ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് വറവിടുകയാണ് വേണ്ടത്. വറുത്തിടാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായി, വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ നമ്മളെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് അത് ഒരു ബ്രൗൺ കളറായിരുന്നവരെ വഴറ്റിയിട്ട് അത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കറി അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞൊരു അരമണിക്കൂർ ഒക്കെ ഒന്ന് സെറ്റാവുക, മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ സെറ്റ് ചെയ്തിട്ട് എന്നിട്ട് കഴിക്കുക. നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
താങ്ക് യു.